നമ്മളെല്ലാവരും എപ്പോഴും മുട്ട പുഴുങ്ങിയത് കഴിക്കാറുണ്ട് അല്ലേ? എന്നാൽ വളരെ എളുപ്പത്തിൽ മുട്ട പുഴുങ്ങിയത് ഇതുപോലൊരു മസാല വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ഒരു കഷ്ണം, ഒരു വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നിങ്ങളല്ലെങ്കിൽ കാശ്മീരി മുളക് ചേർത്ത് കൊടുത്താലും മതി. അധികം എരിവ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുളക് തീരെ എരിവില്ലാത്തതാണ്, അതാണ് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും ചേർത്ത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ഒരു 4-5 ഡ്രോപ്പ് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയാണ്. ഇനിയിപ്പം നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എന്താ, പെട്ടെന്ന് തന്നെ മുട്ട പുഴുങ്ങിയെടുത്തോളൂ. എത്രയാണെന്ന് വേണ്ട വെച്ചാൽ ഇതുപോലെ 2 പീസാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മേൽക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കുക. അതിന് മാത്രം എരിവൊന്നും ഇല്ലല്ലോ. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ മുട്ടയുടെ മേലെ മറ്റേ ഒരു പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് അടച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുട്ട പുഴുങ്ങിയിട്ട് കഴിച്ചു നോക്കൂട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഒരുപാട് അങ്ങ് എരിവില്ലാത്തതും എന്നാൽ നല്ലൊരു ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് നമ്മൾ മുട്ട ഇതുപോലെ തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.